എടാ അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്, യു നോ. I know acting is what reacting. It is behaving. You know what Stanislavski said about acting? ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഞാനും ഈ പണിക്ക് ഇറങ്ങിയത്. എങ്കിൽ പിന്നെ സമയം കളയാൻ തുടങ്ങാം അല്ലേ സാർ? തുടങ്ങാം, ഞാൻ റെഡി. കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നൂടെ? അത് നീയോ ഞാനോ അല്ല തീരുമാനിക്കേണ്ടത്, അവളാണ്. മടിച്ചു നിൽക്കാതെ പാർവതി വന്നല്ലോ. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ചേട്ടനൊന്ന് വന്ന് കാണ്, ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. വിവിധ വികാരങ്ങൾ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് അവന്റെ മുഖം. അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ? ഓഹോ, കഴിഞ്ഞതെല്ലാം മറന്നു നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. അത് നന്നായിരിക്കും, അത് അസലായിരിക്കും. നിന്നെ മാത്രം സ്നേഹിച്ചൊരു അവസരം കൂടെ തരണം. ആ പഴയ മനുഷ്യനാകാൻ എനിക്കൊരു അവസരം കൂടി തരണം. ഗുഡ് ഐഡിയ മുതലാളി. എനിക്ക് കൊച്ചിനെ കാണാതെ ഉറങ്ങാൻ പറ്റില്ല. കൊച്ചിന്റെ അമ്മയെ കാണാതെ ഉറക്കാൻ പറ്റില്ലെന്ന് പറയാൻ നിനക്കെന്നെ എത്ര നാണം. നീ വരില്ലേ? മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേല്ലേ. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സോണേ അല്ല, അദ്ദേഹത്തിന്റെ ഏരിയയെ അല്ല. ഇതിൽ അദ്ദേഹത്തിന്റെ ചിരി പോലും എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി മതി. ഇതിനകത്തില്ല. പുള്ളിയുടെ ചിരി പോലും ഭയങ്കര രസം ഇതിനകത്ത്. പുള്ളിയുടെ ചിരി പോലും ഭയങ്കര രസം ഇതിനകത്ത്. ഇതാണ് നീ കാത്തിരുന്ന നിന്റെ ചേട്ടത്തിയമ്മ. എടാ ഭാവം അഹംഭാവം. നീ വായിച്ചു കൊടുത്താൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. എന്തൊരു നവരസം. കണ്ടു പഠിക്കടാ. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്കടാ. ആകെ ഒരൊറ്റ സ്ഥായി ഭാവമേ ഉള്ളോ? ഒരക്ഷരം വേണ്ടി പോരുത്. മണ്ട ഗണേശൻ, കണ്ണു തുറന്ന് നോക്ക്, മറ്റും ഭാവവും മാറുന്ന കാണുന്നില്ലേ? കണ്ടോ, ഇതുപോലെ കണ്ണിലും മുഖത്തുമൊക്കെ ഭാവങ്ങൾ വരണം. നിഖില വിമൽ പെർഫെക്റ്റ് ആണ്. നിഖില വിമൽ ഇങ്ങനെ എപ്പോഴും കുറച്ചൊരു ഉണ്ടല്ലോ, അത് കറക്റ്റ് പറ്റിയ റോളാണ്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? മനോഹരം, ഗംഭീരം. അഭിനയിക്കല്ല ജീവിക്കണം തോന്നും അല്ലേപ്പാ? കണ്ടാലും തോന്നും. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. വേണ്ട. നിഖിലയുടെ കഥാപാത്രത്തിന്റെ അവസ്ഥ മനസ്സിലാക്കൂ. ഭർത്താവിനും മുൻകാമുകനും ഇടയിൽപ്പെട്ട ആളാണ് നിഖില. ആ കഥാപാത്രത്തിന് വേറെ ഏത് ഭാവമാണ് മുഖത്ത് വരേണ്ടത്? എന്താ ശരിയല്ല മാവ, ശരിയല്ലെന്ന്. Meanwhile, അടച്ചോടു. the next day. തേങ്ങാക്കൊലയാ മതിയടാ. അവളെ നിലക്കിർത്താനും വഴക്ക് പറയാനും ഈ ഞാനുണ്ട്. നിന്ന് ചൊറിയാണ്ട് പോടാ. ചെറിയ പിള്ളേരല്ലേ, വിട്ട് കളവർക്കിച്ച. വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ. പിള്ളാരല്ലേ. മോള് അവിടെ പോയി ചാച്ചിക്കും.
ഉറങ്ങിക്കോ. മൊത്തത്തിൽ സിനിമ ഒട്ടും ബോറടിപ്പിച്ചില്ല, ഇടയ്ക്കൊക്കെ നന്നായി ചിരിപ്പിച്ചു. സിനിമ ഒട്ടും ബോറടിപ്പിച്ചില്ല, ഇടയ്ക്കൊക്കെ നന്നായി ചിരിപ്പിച്ചു. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? കാര്യങ്ങൾ ഞാൻ ആരോ നോക്കി പറയും. അത് നല്ലതാ. മൊത്തത്തിൽ സിനിമ ഒട്ടും ബോറടിപ്പിച്ചില്ല, ഇടയ്ക്കൊക്കെ നന്നായി ചിരിപ്പിച്ചു. അത്രയേ ഞാൻ ഈ സിനിമയിൽ നിന്നും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതുപോലെ എന്ത് പറയുന്നത് എനിക്കറിയില്ല. സോറി, കട്ട് ചെയ്തോളൂ.